ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിൽ PP ദിവ്യയ്ക്ക് വീഴ്ചയുണ്ടായെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. PP ദിവ്യയ്ക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്കനുസരിച്ചാണെന്ന് CPM ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ വിമർശനത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രസ്താവനകളിൽ EP-യുടെ ഭാഗത്ത് പിശകുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകി. MEC7 വിഷയത്തിൽ P. മോഹനനെതിരെയും വിമർശനമുണ്ടായി. ഷിത ജഗത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിത, ഇപ്പോൾ CPM-ന്റെ ജില്ലാ സമ്മേളനം, കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ പ്രതിനിധി ചർച്ചയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഇത്തരം പരാമർശങ്ങൾ കൂടി നടത്തിയതെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് പരാമർശത്തിന്റെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനങ്ങൾ വരുന്നു? ജിൽസി, ഇന്നലെ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികളാണ് ഈ വിമർശനം, ദിവ്യക്കെതിരെയുള്ള നടപടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിമർശനം ഉന്നയിച്ച് ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദിവ്യയെ അറസ്റ്റ് ചെയ്തതും ഒപ്പം തന്നെ ദിവ്യക്കെതിരായുള്ള നടപടികളും എല്ലാം തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായി ഉയർന്ന വിമർശനം. അതിന് മുഖ്യമന്ത്രിയാണ് പിന്നീട് ഈ പൊതു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. ആ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ദിവ്യയ്ക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ അവർക്ക് ഈ കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ എവിടെയാണോ പരാതി നൽകേണ്ടത് അതെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് അവർ ചെയ്തില്ല. ഒരു കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ആണ് ശ്രമിച്ചത്. അത് അങ്ങനെയല്ല ശ്രമിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ വിളിക്കാത്ത ഒരു പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായ നടപടി ആയിട്ടില്ല. ആ കാര്യത്തിൽ ദിവ്യയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് നടപടി എടുത്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ EP ജയരാജനെതിരെയുള്ള വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ EP-യുടെ പ്രസ്താവനകളെല്ലാം തന്നെ ദോഷം ചെയ്തു എന്നുള്ളതായിരുന്നു പ്രതിനിധികൾ പറഞ്ഞിരുന്നത്. ആ കാര്യം നേരത്തെ മനസ്സിലായതെന്നും EP ഉൾപ്പെട്ട ഘടകത്തിൽ, പാർട്ടി ഘടകത്തിൽ ഈ കാര്യമെല്ലാം ചർച്ച ചെയ്യുകയും EP-യെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. അതിനൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി P. മോഹനെതിരെയും ഈ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. MEC7 വിഷയം ഇത്രയേറെ രീതിയിലേക്ക് കൊണ്ടുപോയത് P. മോഹന്റെ പരാമർശമാണ്. അത് പാർട്ടി ഘടകങ്ങളിൽ ആലോചിച്ച് ഒരു പൊതുവേദിയിൽ അഭിപ്രായം പറയുന്നതിന് പകരം പാർട്ടി ഘടകങ്ങൾ ഒന്നും ആലോചിക്കാതെ തന്നെ ഒരു പൊതുവേദിയിൽ പോയി അഭിപ്രായം പറയുകയും അത് വ്യാപകമായ രീതിയിൽ പാർട്ടിക്ക് ദോഷമായി വരുന്ന രീതിയിൽ എത്തുകയും ചെയ്തു എന്നുള്ള വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ആ കാര്യത്തിനാകട്ടെ P. മോഹനൻ മറുപടി പറഞ്ഞിട്ടുമില്ല. ഇന്നിപ്പോൾ ജില്ലാ സമ്മേളനം അവസാനിക്കുകയാണ്. രാവിലെ 9 മണിക്ക് സെക്രട്ടേറിയറ്റും പിന്നീട് DC ജില്ലാ കമ്മിറ്റിയും ചേരുന്നുണ്ട്. പുതിയ സെക്രട്ടറി ആരാകുമ്പോൾ എന്നാണ് ഇനി അറിയാനുള്ളത്. P. മോഹന്റെ കാലാവധി കഴിയുകയാണ്. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബിന്റെ പേരിനാണ് മുൻതൂക്കമുള്ളത്. ഒരുപക്ഷെ മേൽഘടകം ഈ M. മെഹബൂബിന്റെ പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ മെഹബൂബ് തന്നെയായിരിക്കും സെക്രട്ടറിയായി വരാനുള്ള ഒരു സാധ്യത. അതിൽ മത്സരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ CPM സമ്മേളനത്തിനുള്ളിൽ നിന്നും മനസ്സിലാകുന്നത്.